ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമാ സഭയിൽ സ്ത്രീകളുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്കും ആരാധനയിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം ലഭിക്കുന്നതിനായും സഭ ആരംഭിച്ച സംഘടനയാണ് മാർത്തോമാ സുവിശേഷ സേവികാ സംഘം. സെപ്റ്റംബർ മാസം 2-ാം ഞായറാഴ്ചയാണ് മാർത്തോമാ സഭ സേവികാ സംഘത്തിനുമായി ആചരിക്കുന്നത്. അന്നേ ദിവസം ആരാധനയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. 1919 മാരാമൺ കൺവെൻഷനിലെ സ്ത്രീകളുടെ മഹായോഗത്തിലാണ് മാർത്തോമാ സുവിശേഷ സേവികാ സംഘം രൂപീകൃതമായത്. അഭിവന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ പ്രസിഡന്റായും മിസസ് റേച്ചൽ ജോർജ് ജനറൽ സെക്രട്ടറിയായും ചുമതല വഹിച്ചു വരുന്നു. ഓരോ വർഷവും ഓരോ ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് പഠന ക്ലാസുകൾ നടത്തിവരുന്നത്. ഈ വർഷത്തെ പഠന വിഷയം സ്ത്രീകൾ പരിവർത്തനത്തിൻ്റെ പ്രഘോഷകരും പ്രയോക്താക്കളും എന്നതാണ്. വുമൺ പ്രൊക്ലൈമേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ഓഫ് ചേഞ്ച്. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെൻറ്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 5 and 6. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് ഇത്. ചരിത്രത്തിൽ ഒരു പുതിയ സംസ്കാരത്തിൻ്റെയും ഒരു പുതിയ യുഗത്തിൻ്റെയും ആവിർഭാവത്തെ കുറിക്കുന്ന വേദഭാഗമാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ദൂതൻ സ്ത്രീകളോട് പറയുന്നു, ഭയപ്പെടേണ്ട എന്ന്. ആരൊക്കെയാണ് ആ സ്ത്രീകളെന്ന് 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. മഗ്ദല മറിയവും മറ്റേ മറിയ എന്ന് പറയുന്നത് ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയെക്കുറിച്ചാണ്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയഭാരത്തോടെ ആയിരിക്കണം മഗ്ദല മറിയം കല്ലറയുടെ അടുക്കൽ നിന്ന് മടങ്ങിയത്. പിറ്റേ ദിവസം ശബത്താണ്, സ്വസ്ഥമായി കഴിയേണ്ടുന്ന ദിവസം. ശരീരം സ്വസ്ഥമായി കഴിഞ്ഞുവെങ്കിലും ഹൃദയം ദുഃഖത്താൽ നീറുകയായിരുന്നു. ശബത്തൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ കർത്താവിൻ്റെ കല്ലറയിൽ ഓടിയെത്താമായിരുന്നു എന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെ അവൾ കല്ലറയ്ക്കലെത്തുന്നു. കല്ലറയിൽ അടക്കം ചെയ്ത യേശുവിനെ കാണുവാനില്ല. പരിഭ്രാന്തി നിറഞ്ഞവളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്ത്രീകളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ വേദപുസ്തക പശ്ചാത്തലം. നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെടുത്തി ഈ വേദഭാഗത്തു നിന്നും പരിവർത്തനത്തിൻ്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമായ സ്ത്രീകളെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മഗ്ദല മറിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദുരാത്മാവിൻ്റെ വ്യാധിയിൽ നിന്നും വിടുതൽ ലഭിച്ചതു മുതൽ സമർപ്പണത്തോടും വിശ്വസ്തയോടും ക്രിസ്തുവിനെ പിൻപറ്റിയവൾ. തൻ്റെ വസ്തുവകകൾ കൊണ്ട് കർത്താവിനും ശിഷ്യന്മാർക്കും ശുശ്രൂഷ ചെയ്തവൾ. കർത്താവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും കബറടക്കത്തിനും സാക്ഷിയായി നിന്നവൾ. ഉദ്ധാനം ചെയ്ത യേശുവിനെ ആദ്യം ദർശിക്കുവാനും പുനരുത്ഥാന യാഥാർത്ഥ്യം മറ്റുള്ളവരോട് ആദ്യം അറിയിക്കുവാനും ഭാഗ്യം ലഭിച്ചവൾ. 4 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന വ്യക്തി യേശുവിൻ്റെ ശിഷ്യന്മാരെക്കാൾ അധികമായി യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുകയും തിരിച്ചറിയുകയും ചെയ്തവളാണ് മഗ്ദല മറിയം. മഗ്ദല എന്ന വാക്കിൻ്റെ അർത്ഥം ഗോപുരം, കോട്ട എന്നെല്ലാമാണ്. ഗലീല തടാകത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മഗ്ദല. ജന്മസ്ഥലത്തോട് ചേർത്താണ്
മറിയമിനെ എപ്പോഴും പരാമർശിക്കപ്പെടുന്നത്. മറിയ എന്നു പേരുള്ള 6 സ്ത്രീകളെക്കുറിച്ച് പുതിയ നിയമത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. മാറ്റത്തിൻ്റെ പ്രഘോഷകയാകാൻ മറിയത്തിൽ കണ്ട ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ, സമർപ്പണത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റിയവളായിരുന്നു മഗ്ദല മറിയം. ഒന്നാമത്തെ പോയിന്റ്, സമർപ്പണത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റിയവളായിരുന്നു മഗ്ദല മറിയം. ഇവിടെ 7 ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച മഗ്ദല മറിയം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഒരു വിശ്വസ്ത ശിഷ്യയായി മാറി. അതുമാത്രവുമല്ല, അവൾക്കുള്ള സമ്പത്തും എല്ലാ നേട്ടങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിനിയോഗിച്ചിരുന്നു. മറിയ തൻ്റെ ശരിയായ ആത്മസമർപ്പണത്തിൻ്റെ അടയാളമായിട്ട് വേണം തൻ്റെ സമ്പത്ത് ദൈവിക പദ്ധതിക്കായി കൊടുക്കാൻ സന്നദ്ധതയുള്ളവളായി തീർന്നത്. ദൈവത്തിൻ്റെ കൃപകളും സഹായങ്ങളും അധികമായി അനുഭവിക്കുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയവും പരിവർത്തനത്തിൻ്റെ പ്രഘോഷകയാകുവാൻ മറിയത്തിന് സാധിച്ചു. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ, യഹോവേ, എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ക്രൂശീകരണ വേളയിൽ യേശുവിനോടൊപ്പം നിലകൊണ്ട സ്ത്രീകൾക്ക് മാത്രമാണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികളാകുവാനായിട്ട് സാധിച്ചത്. ഭയത്തിൻ്റെ ആധിക്യത്താൽ ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ഓടിപ്പോകുമ്പോഴും ക്രൂശീകരണ സ്ഥലത്തേക്ക് സ്ത്രീകൾ യേശുവിനെ അനുഗമിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രൂശീകരണ വേളയിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളാകുവാൻ ഇടയായി തീർന്നത് ദൈവത്തിലുള്ള അവരുടെ ആഴമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. മറിയത്തിൻ്റെ സമർപ്പണവും സാക്ഷ്യവും ഇന്നത്തെ സ്ത്രീകൾ മാതൃകയാക്കേണ്ടതാണ്. അവൾ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ചിന്താശക്തിയോടെ പ്രവർത്തനശേഷിയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അവൾക്ക് സമർപ്പണത്തോടെ കർത്താവിൻ്റെ പുനരുത്ഥാനം വരെ പിൻപറ്റുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ ആത്മീകവും ഭൗതികവുമായ ജീവിതത്തിൽ സമർപ്പണത്തോടെ കർത്താവിനെ പിൻപറ്റുന്നവരായി തീരണം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ആധാരം ക്രിസ്തു ആയിരിക്കണം. ഒരു ഭവനത്തിൽ ഒരമ്മ ദൈവത്തെ ആഴമായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം. ധാരാളം പണം സമ്പാദിക്കുന്നതിലോ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതിലോ മോടിയുള്ള വസ്ത്രം ധരിക്കുന്നതിലോ ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഭവനത്തിലുണ്ടാകുമ്പോഴാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടായേക്കാം. സുഖവും ദുഃഖവും വേദനയും നിരാശയും ഒറ്റപ്പെടുത്തലും അവഗണനയും കഷ്ടപ്പാടുമെല്ലാം. എന്നാൽ അവൾ അനുഭവിച്ച വേദനയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതൊരു പ്രയാസത്തെയും ഏതൊരു വേദനയും നിഷ്പ്രയാസം അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീയുടെ വിജയം എന്നത് അവൾക്ക് ലഭിക്കുന്ന അക്സെപ്റ്റൻസ് ആണ്, അംഗീകാരമാണ്. അത് ഭവനത്തിലായാലും പ്രവർത്തന മേഖലകളിലായാലും. ഒരു സ്ത്രീ രാവിലെ മുതൽ രാത്രി വരെ ഭവനത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചിന്താശക്തിയോടെ പ്രവർത്തന ശേഷിയോടെ പ്രവർത്തിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും അവഗണനയുമാണെങ്കിൽ അത് അവളെ വളരെയേറെ മുറിവേൽപ്പിക്കുന്നതായിരിക്കും. എന്നാൽ കുറ്റപ്പെടുത്തുന്ന സ്ഥാനത്ത്, അമ്മേ, ഇന്ന് ഉണ്ടാക്കിയ കറിക്ക് നല്ല ടേസ്റ്റാണ്, എടി നീ ഇന്ന് ചെയ്തത് വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയർന്ന് പ്രവർത്തിക്കുവാനുള്ള മനസ്സാണ് ആ സ്ത്രീക്ക് ഉണ്ടാകുന്നത്. എത്ര തന്നെ പാപിയായിരുന്നാലും യേശുക്രിസ്തുവിന് ഒരു വ്യക്തിയിൽ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ളവരാകണം. 7 ഭൂതങ്ങൾ ബാധിച്ച് ജീവിതം ദുസ്സഹമായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഏതെല്ലാം ഭൂതങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അത് ചിലപ്പോൾ കോപമാകാം, ഞാനെന്ന ഭാവമാകാം, ദുരാഗ്രഹമാകാം, മറ്റുള്ളവരുടെ നന്മയെ കാണാതെ
എപ്പോഴും എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവമായേക്കാം. ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കുമ്പോഴാണ് യേശുവിനെ പിൻപറ്റി പരിവർത്തനത്തിൻ്റെ പ്രഘോഷകരാകുവാൻ സാധിക്കുകയുള്ളൂ. ദിനം തോറും നിമിഷം തോറും അനവധി ദൈവകൃപ അനുഭവിക്കുന്ന നമുക്ക് നമ്മുടെ വസ്തുവക കൊണ്ടും താലന്തുകൾ കൊണ്ടും കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് സഹായത്തിൻ്റെയും സേവനത്തിൻ്റെയും കരങ്ങൾ നീട്ടപ്പെടേണ്ടത്. അവിടെയാണ് ചൈതന്യമുണ്ടാകുന്നത്, അവിടെയാണ് അനുഗ്രഹമുണ്ടാകുന്നത്. ആയതിനാൽ സമർപ്പണത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരായി തീരുവാൻ നമുക്കും ഇടയാകട്ടെ. രണ്ടാമത്തെ ചിന്ത, പരിവർത്തനത്തിൻ്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമാകുന്ന സ്ത്രീകൾ. നമ്മുടെ സമൂഹങ്ങളിലും ആത്മീയതയിലുമുള്ള വലിയ മാറ്റങ്ങൾക്ക് സ്ത്രീകൾ നിർണായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ബൈബിളിൽ സ്ത്രീകൾ ദൈവിക പരിണാമങ്ങളുടെ മുഖങ്ങളായും ദൈവിക ദൗത്യങ്ങളുടെ തൂണുകളായും മാറിയിട്ടുണ്ട്. പരിവർത്തനത്തിന് നേതൃത്വം നൽകിയ പല സ്ത്രീകളെയും വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. രാജാവിൻ്റെ തീരുമാനങ്ങൾ മാറിയതിനു പിന്നിൽ എസ്തേറിൻ്റെ ധൈര്യവും ആത്മസമർപ്പണവുമാണ്. തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ പോലും വെച്ചുകൊടുക്കുവാൻ സന്നദ്ധരായ അനുഭവം. എല്ലാ അന്ധകാരത്തെയും കീറിമുറിച്ച് പുതിയ ഒരു പ്രഭാതത്തിന് വഴിയൊരുക്കിയ സ്ത്രീകളെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിവരിക്കുന്ന ഭാഗത്ത് സ്ത്രീകൾ വെറും കാഴ്ചക്കാരല്ല, മറിച്ച് പരിവർത്തനത്തിൻ്റെ യഥാർത്ഥ പ്രയോക്താക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അവർ കടന്നുപോയ ഓരോ വഴികളും അവരുടെ പ്രവൃത്തികൾ ഓരോന്നും ആഴമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ആ സ്ത്രീകളുടെ ചില പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുന്ന അനുഭവം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും യേശുവിൻ്റെ കല്ലറ കാണാൻ പോകുന്നു. ഇതൊരു വെറും സന്ദർശനമായിരുന്നില്ല. നഷ്ടപ്പെട്ട പ്രതീക്ഷയുടെയും ആഴമായ ദുഃഖത്തിൻ്റെ നിമിഷമായിരുന്നു അത്. എന്നാൽ ആ ദുഃഖത്തിൻ്റെ വഴിയിൽ അവർ പ്രത്യാശയുടെ കല്ലറ കണ്ടുമുട്ടുന്നു. അവർ കണ്ടത് ശൂന്യമായ കല്ലറയാണ്. അവരുടെ കണ്ണുകൾക്ക് മുമ്പിലും ഭയവും ദുഃഖവും നിറഞ്ഞ ലോകം. പ്രത്യാശയുടെ പുതിയ പ്രഭാതത്തിന് വഴിമാറുന്നു. ഇവിടെ സ്ത്രീകൾ ചെയ്യുന്നത് ദുഃഖത്തെ പ്രത്യാശയാക്കി മാറ്റുന്ന ഒരനുഭവമാണ്. അവരുടെ സന്ദർശനം ഒരു യാത്രയുടെ അവസാനമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ യാത്രയുടെ തുടക്കമായിരുന്നു. രണ്ടാമത്, ഭയത്തെ ധൈര്യമാക്കുന്ന സാന്നിധ്യം. സ്ത്രീകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാരുടെ വാക്കുകൾ, നിങ്ങൾ ഭയപ്പെടേണ്ട. ദുഃഖവും ഭയവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ മനസ്സുകൾക്ക് ആ വാക്കുകൾ നൽകിയത് വലിയ ആശ്വാസമാണ്. ആശ്വാസം ലഭിച്ച ആ സ്ത്രീകൾ ഭയത്തെ സന്തോഷമാക്കി മാറ്റുന്നവരായി കാണുന്നു. ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ അവർ ദൂതന്മാരുടെ സന്ദേശം അറിയിക്കാനായിട്ട് ഓടുന്നു. ഈ ഭയത്തിൽ ഒരു തരം ആദരവ് ഉണ്ടായിരുന്നു, ഒരു ബഹുമാനമുണ്ടായിരുന്നു. ദൈവശക്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം, അതേസമയം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സന്തോഷം അവരുടെ ഹൃദയത്തെ നിറച്ചു. സ്ത്രീകൾ ഇവിടെ ഭയത്തിൽ നിന്ന് തളർന്നു പോകാതെ ആ ഭയത്തെ സന്തോഷത്തിനുള്ള ഇന്ധനമാക്കി മാറ്റുന്നു. ആദ്യ ദൂതന്മാർ സന്ദേശവാഹകരാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സുവാർത്ത ആദ്യം കേൾക്കാനുള്ള ഭാഗ്യം ഈ സ്ത്രീകൾക്കാണ് ലഭിച്ചത്. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല അവരുടെ ദൗത്യം. യേശു നേരിട്ട് അവർക്ക് പ്രത്യക്ഷനാവുകയും പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലേക്ക് പോകുവാൻ പറവിനെന്ന് അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. പുരുഷ ശിഷ്യന്മാർ ഭയന്ന് വാതിലുകൾ അടച്ചിരുന്നപ്പോൾ ഈ സ്ത്രീകൾ വാതിൽ തുറന്ന് ലോകത്തിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം നൽകി. അവർ സമൂഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കേണ്ടവരല്ല, മറിച്ച് മുന്നണിയിൽ വന്ന് സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണെന്ന്
ഈ സംഭവം നമ്മെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സന്ദേശത്തിൻ്റെ ആദ്യ പ്രഘോഷകരാകുവാൻ ഈ സ്ത്രീജനങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള ഈ വേദഭാഗം കേവലം ഒരു ചരിത്ര വിവരണമല്ല, അത് സ്ത്രീകളുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ശക്തമായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. അവർ ദുഃഖത്തെ പ്രത്യാശയാക്കി, ഭയത്തെ ധൈര്യമാക്കി, മൗനത്തെ സുവിശേഷമാക്കി. ഓരോ വിശ്വാസിയും, പ്രത്യേകിച്ച് ഓരോ സ്ത്രീയും തൻ്റെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ പ്രയോക്താക്കളാകുവാനും ഇരുളിൻ്റെ വഴികളിൽ പ്രകാശത്തിൻ്റെ ദൂതുവാഹകരാകുവാനും ഈ വേദഭാഗം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം നമ്മളോട് പറയുന്നത് ഓരോ സ്ത്രീയും ഈ സാക്ഷ്യത്തിലേക്ക്, ഈ മാറ്റത്തിലേക്ക് നയിക്കപ്പെടുന്നവരാകണം. നാം ഓരോരുത്തരും, സ്ത്രീകൾ ഓരോരുത്തരും വെറുമൊരു നിരീക്ഷകരാകാതെ മറിച്ച് പ്രവർത്തകരാകണം. നമ്മൾ പാത കാണിക്കുന്നവരാകണം. മാറുന്ന ലോകത്തിലെ മാറ്റത്തിൻ്റെ ചാലകങ്ങളാകണം. മാറ്റം സ്വയം തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കായി തുറക്കപ്പെടുന്ന വാതിലുകളാകണം. സ്നേഹവും കരുണയും കൊണ്ട് ലോകത്തെ മാറ്റിയ യേശുക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ മാറ്റത്തിനായി നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെക്കുറിച്ചാകട്ടെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ജീവിതാനുഭവങ്ങളാകട്ടെ, മറ്റുള്ളവരോട് അറിയിക്കുന്നതിൽ ലജ്ജയോ അലസതയോ ഉണ്ടാകുവാനായിട്ട് പാടില്ല. സമൂഹത്തിലായാലും ഭവനത്തിലായാലും ഒരു സ്ഥാനവും മാനവും ഇല്ലാതിരുന്ന സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ പോലും സ്വന്തം ഭാര്യയോടാണെങ്കിലും മകളോടാണെങ്കിലും സഹോദരിയോടാണെങ്കിൽ പോലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന സാഹചര്യങ്ങളിലാണ് യേശു ഓരോ സ്ത്രീയെയും ചേർത്തു പിടിച്ചത്. അത് ചിലപ്പോൾ പാപത്തിൽ നിന്നുള്ള വിടുതലാകാം, രോഗത്തിൽ നിന്നുള്ള വിടുതലാകാം, ചില ഓർമ്മപ്പെടുത്തലുകളാകാം. എങ്ങനെയായാലും യേശു സ്ത്രീകളെ ചേർത്തു പിടിക്കുകയും കരുതുകയും ചെയ്തപ്പോഴാണ് അവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും കുറിച്ച് സ്ത്രീകൾക്ക് തന്നെ ബോധ്യമുണ്ടായത്. ഞാൻ പറയും, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അവകാശങ്ങളെയും കുറിച്ചുള്ള ബോധ്യം അനുഭവിക്കുവാനായിട്ട് സാധിച്ചത് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന സ്ത്രീകളോടുള്ള കരുതലും ചേർത്തുപിടിക്കലുകളുമാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. കർത്താവെ, മറിയെപ്പോലെ നിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളികളാകുവാനും അത് ലോകത്തിന് പ്രഘോഷിപ്പാനും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാനും സാധിച്ചതുപോലെ എൻ്റെ ഉള്ളിലും ആത്മീയ ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കി അതിൻ്റെ പ്രയോക്താക്കളാക്കി തീരുവാനുള്ള വാഞ്ച നമ്മളിൽ വളർത്തിയെടുക്കണം. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഓരോ സ്ത്രീകളെയും നീ ഉയർത്തണമേ. പുതിയ മാറ്റങ്ങൾക്ക് വാതിൽ തുറക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. എസ്തേറിനെ പോലെ ധൈര്യത്തോടെ, മറിയെപ്പോലെ വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ പ്രഘോഷിക്കുവാനും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാനും സാധിച്ചതുപോലെ കർത്താവെ, എൻ്റെ ഉള്ളിലും ആത്മീയ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുവാനും അതിൻ്റെ പ്രയോക്താക്കളായി തീരുവാനും സഹായിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.